السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ ഹാജിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത എല്ലാ ആരാധനാ കർമ്മങ്ങളും പരിപൂർണമായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് വാഗ്ദത്തം നൽകിയതുപോലെ സ്വർഗം പ്രതിഫലം ലഭിക്കുന്ന സ്വീകാര്യമായ ഒരു ഹജ്ജായി നമ്മുടെ ഹജ്ജിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം, ശത്രുക്കൾക്കെതിരെ പോരാടണം, പറ്റുമെങ്കിൽ രക്തസാക്ഷിയാവണം. അതുകൊണ്ട് എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകണം. ഏതൊരു സൈന്യാധിപനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കുകളാണ് പ്രവാചകൻ കേട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ശരി, അടുത്ത യുദ്ധത്തിന്റെ സമയത്ത് താങ്കളെ വിവരം അറിയിക്കും, അപ്പോൾ താങ്കൾക്ക് റെഡിയായി വരാം. അടുത്ത യുദ്ധത്തിന്റെ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനെ വിവരം അറിയിച്ചതു പ്രകാരം യുദ്ധത്തിനൊരുങ്ങി പടച്ചട്ടയണിഞ്ഞ് ആയുധങ്ങളുമായി അയാൾ പ്രവാചകന്റെ മുമ്പിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടത്, എന്നെ യുദ്ധത്തിന്റെ മുന്നണിയിൽ തന്നെ നിർത്തണം, ഏറ്റവും മുന്നിൽ തന്നെ എൻ്റെ സ്ഥാനം എനിക്ക് നിശ്ചയിച്ചു തരണം. ഒരു യുദ്ധത്തെ സംബന്ധിച്ച്, അതും അന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ആകാശ യുദ്ധങ്ങളോ ഒന്നുമല്ല, നേർക്കുനേരെ പട്ടാളക്കാർ നേർക്കുനേരെ നിന്ന് പോരാടുന്ന യുദ്ധമാണ്. അതുകൊണ്ട് ആദ്യത്തെ ആക്രമണവും ആദ്യത്തെ മരണവും ഒക്കെ എപ്പോഴും മുൻനിരയിലാണ് ഉണ്ടാവുക, രണ്ട് ഭാഗത്തായാലും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥാനമാണ് ആ മുൻനിരയിലെ സ്ഥാനം. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ആ സ്ഥാനമാണ് ചോദിച്ചു വാങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ആ സ്ഥാനം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ കാരണം ആവശ്യപ്പെടുന്നു, എന്തുകൊണ്ടാണ് ഈ സ്ഥാനം ആവശ്യപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഒരു സാധാരണ യോദ്ധാവല്ല. എല്ലാവരും ചെയ്തതുപോലെ യുദ്ധത്തിന്റെ വിളിയാളം ഉണ്ടായപ്പോ ഒരു ആയുധവും കയ്യിൽ പിടിച്ച് പൊരുതാൻ വേണ്ടി വന്ന ഒരു യോദ്ധാവല്ല. ചെറുപ്പം മുതലേ യുദ്ധം അഭ്യസിച്ച് ഒരു, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ യോദ്ധാവാണ്. ഒരു യുദ്ധത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം, ശത്രുവിനെ എങ്ങനെ തടയണം, ഏതൊക്കെ ആക്രമണത്തിന്റെ മാർഗങ്ങൾ, പോരാട്ടത്തിന്റെ പുതിയ രീതികൾ, അതൊക്കെ ആ ഏറ്റവും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ പഠിച്ച എൻ്റെ യുദ്ധത്തിന്റെ തന്ത്രങ്ങളൊക്കെ എനിക്കൊന്ന് പയറ്റണം. എൻ്റെ യുദ്ധത്തിന്റെ തന്ത്രവും കഴിവും മികവും ഒക്കെ ആളുകളൊന്ന് കാണണം. എന്നിട്ട് എനിക്ക് പൊരുതണം, എനിക്ക് രക്തസാക്ഷിയാവണം. പ്രവാചകൻ അദ്ദേഹത്തിന് മറുപടി ഒന്നും കൊടുത്തില്ല. ഇത്തിരി കഴിഞ്ഞപ്പോ ഈ യോദ്ധാവായ ചെറുപ്പക്കാരനുള്ള മറുപടി എന്നോണം വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് അവതരിപ്പിച്ചു. ഖുർആനിലെ പല ആയത്തുകളും അതിന്റെ ശരിയായ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്നത് അത് ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഖുർആനിന്റെ വചനം ഇറങ്ങാൻ ഒരു സാഹചര്യം കാരണമായിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ സബബുൻ നുസൂൽ എന്നാണ് സാങ്കേതികമായിട്ട് പറയാം. ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം, ആ കാരണം മനസ്സിലാക്കുമ്പോഴാണ് ആ ആയത്തിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാവുക. ഇവിടെ അവതരിപ്പിച്ച ആയത്ത് നമുക്കൊക്കെ ഏറെ സുപരിചിതമായ
എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ്. ആ ഭാഗം ഇപ്രകാരമാണ്: ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അർത്ഥം: ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, നാളെ പരലോകത്ത് സ്വർഗലോകത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ എനിക്കൊന്ന് കാണണം. അത് സ്വർഗവാസികൾക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ കുറുക്കു വഴികളൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ പിന്നാലെ കൂടിയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ പിന്നാലെ കൂടിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള അങ്ങനെ കുറുക്കു വഴികളൊന്നുമില്ല. ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവന് ഏൽപ്പിച്ചു കൊടുത്ത സ്വാലിഹായ അമലുകൾ കൃത്യമായിട്ട് അവൻ ചെയ്യട്ടെ. അതെന്നെ മാർഗം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം: വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അല്ലാഹുവിനുള്ള ഇബാദത്തിൽ വേറെ ആരെയും വേറെ ഒന്നിനെയും അവൻ പങ്കു ചേർക്കരുത്. അങ്ങനെയായാൽ അവൻ അള്ളാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടാം. എന്താ നിബന്ധന? ഒന്ന്, അള്ളാഹു ഏൽപ്പിച്ച സ്വാലിഹായ അമലുകൾ ചെയ്യണം. രണ്ടെന്താണ്? ആ അമലുകൾ ചെയ്യുമ്പോൾ ശിർക്ക് ഉണ്ടാവാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഈ ചെറുപ്പക്കാരന്റെ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അവതരണത്തിൽ, ഈ ചെറുപ്പക്കാരന്റെ ചോദ്യത്തിൽ, പ്രവാചകനോടുള്ള ആവശ്യപ്പെടലിൽ എവിടെയെങ്കിലും ശിർക്കുണ്ടോ? അയാൾ ആവശ്യപ്പെട്ടത് എനിക്ക് യുദ്ധത്തിന്റെ മുന്നണിയിൽ നിൽക്കണം, പൊരുതണം, രക്തസാക്ഷിയാവണം. അതെന്താ? ഒന്നുമില്ല. എന്റെ പോരാട്ട വീര്യവും എന്റെ മികവും എന്റെ ധൈര്യവും ഒക്കെ ആളുകളൊന്ന് കാണണം. ഈ ആഗ്രഹത്തെയാണ് ഇവിടെ അള്ളാഹു ശിർക്ക് എന്ന് വിശേഷിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ശിർക്ക് രണ്ട് തരത്തിലുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ശിർക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വലിയ ശിർക്ക്. വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ആരാധനയിൽ മറ്റൊരാളെ നമ്മൾ പങ്കു ചേർക്കുക. അള്ളാഹുവിന്റെ കഴിവുകളോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളോ മറ്റാർക്കെങ്കിലും ഒക്കെ നമ്മൾ വകവെച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. പ്രാർത്ഥന, സഹായാർത്ഥന, വഴിപാടുകൾ, ഇതൊക്കെ അള്ളാഹു അല്ലാത്തവർക്കും ചെയ്യുക. ഇതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് വലിയ ശിർക്ക്. ഈ വലിയ ശിർക്കിന്റെ പ്രത്യേകത എന്താ അറിയാം? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ശിർക്ക് അവൻ ചെയ്താൽ അതുവരെ അവൻ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതോടുകൂടി നഷ്ടമാവും. ഏറ്റവും വലിയ അപകടം ശിർക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചിരുന്നല്ലോ. ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ശിർക്ക് ചെറിയ ശിർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശിർക്കാണ്. ഒരാള് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരു കുഴപ്പമില്ല, അതൊരു ചെറിയ ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ അവസ്ഥ? അത് ചെറിയൊരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാല് അല്ലേ? അതേപോലെ ചെറിയ ശിർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം എത്രയാ? എന്താണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ വലിയ ശിർക്കിനേക്കാളേറെ ചെറിയ ശിർക്കിനെ ഞാൻ ഭയപ്പെടുന്നു. എന്താ ചെറിയ ശിർക്ക്? ഇതാണ് ചെറിയ ശിർക്ക്. ചെറിയ ശിർക്കിന് മലയാളത്തിൽ പറയുന്ന, അറബിയിൽ പറയുന്ന മറ്റൊരു പേര് റിയാ എന്നാണ്. റിയാ എന്ന അറബി പദത്തിന്റെ മലയാളത്തിലെ ഏകദേശം അതിന് പറ്റുന്ന അർത്ഥം കാര്യങ്ങള് ലോകമാന്യത എന്നാണ്. എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാനും അവരെ അറിയിക്കാനും അവർ പ്രശംസിക്കാനും അവർ അംഗീകരിക്കാനും അവർ നല്ലത് പറയാനും അവർ നല്ലത് ധരിക്കാനും എൻ്റെ ഇബാദത്തിലൂടെ ഞാൻ ആഗ്രഹിക്കാം. സദഖ കൊടുക്കുമ്പോൾ ആൾക്കാർ എന്നെ പറ്റി ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് പറയണം. ഞാനൊരു നിസ്കാരക്കാരനാണ്, ഞാനൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാർ എന്നെ ഹാജി എന്ന് വിളിക്കണം. അങ്ങനെ ഒരു കാര്യം, ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ആ സൽക്കർമ്മം കൊണ്ട് അള്ളാന്റെ വജ്ഹ്, അള്ളാന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിക്കുന്നതിന് പകരം അതിന്റെ കൂടെ ഭൗതികമായ മറ്റെന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുക. ഈ ചെറുപ്പക്കാരൻ എന്താ സംഭവിച്ചത്? അയാൾ യുദ്ധം ചെയ്യാൻ വന്നതാണ്,
രക്തസാക്ഷിയാവാൻ വന്നതാണ്. അവിടെ ഒന്നും തെറ്റില്ല. അയാൾക്ക് എവിടെയാണ് തെറ്റിയത്? തന്റെ യുദ്ധത്തിന്റെ പോരാട്ട വീര്യം അത് മറ്റുള്ളവരൊന്ന് കണ്ട് താൻ ഒരു ശക്തനായ യോദ്ധാവാണ് എന്ന് മറ്റുള്ളവർ തന്നെ പറ്റി പറയണമെന്ന് ആ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചു. ആ ചെറുപ്പക്കാരനെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല തിരുത്തൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. പ്രിയപ്പെട്ടവരെ, ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഒത്തിരി പ്രയാസങ്ങളും അതിലേറെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജ് പൂർത്തിയാക്കി നാടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതാണ്: നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ വാക്കുകൾ ഒന്നിലും നാം ചെയ്ത പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു മൂപ്പര് ഭയങ്കരാട്ടോ എന്ന് പറയിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ കഴിഞ്ഞു എല്ലാ അധ്വാനം. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലയെ, അദ്ദേഹം ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും അദ്ദേഹത്തിന്റെ നാട്ടിലെ പ്രമുഖനായ ഒരാള് ഒരു സദ്യക്ക് ക്ഷണിച്ച്, ഒരു ഡിന്നറിന് ക്ഷണിച്ച് അബൂ ഹനീഫയും കൂട്ടാളികളെയും. അങ്ങനെ അബൂ ഹനീഫയും ശിഷ്യന്മാരും അങ്ങനെ ഈ ക്ഷണം സ്വീകരിച്ച് അവര് ഈ വലിയ ധനികന്റെ വീട്ടില് സദ്യക്ക് വേണ്ടി ചെന്ന്, അങ്ങനെ സദ്യക്ക് ഭക്ഷണമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കെ ഈ വീട്ടുകാരൻ തന്റെ അടുക്കളയിലുള്ള ഭാര്യയോട് പറഞ്ഞു, എടി ഞാനേ രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോ കൊണ്ടുവന്ന പാത്രല്ലേ, അതിന് കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ഇമാം അബൂ ഹനീഫ കൂട്ടുകാരോട് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്കോടുകൂടി അയാളുടെ 2 ഹജ്ജുകളും അയാൾക്ക് നിഷ്ഫലമായി പോകും. എന്താ സംഭവിച്ചു? അയാൾക്ക് പറഞ്ഞാൽ മതി, ആ പുതിയ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടു പറഞ്ഞാൽ മതി. ഞാനൊരു 2 ഹജ്ജൊക്കെ ചെയ്ത ആളാണ് എന്ന് ഈ കൂടിയ ആളുകളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ സംസാരമെങ്കിൽ ആ 2 ഹജ്ജുകളുടെയും ഫലം അയാൾക്ക് നഷ്ടപ്പെടും. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം അള്ളാഹുവിന്റെ കൂലിക്ക് വേണ്ടി മാത്രമാണ്. മാത്രം എന്ന വാക്കിന് അടിവര ഒരുപാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അള്ളാഹു 3 ആളുകളെ വിചാരണ ചെയ്യുന്ന രൂപം നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോട് കൂടി കേൾക്കണം. ഒരാള് ഈ ലോകത്ത് അതിസമ്പന്നൻ, അയാളുടെ സ്വത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ ചെലവഴിച്ച് ദരിദ്രനായിട്ടാ മരിച്ചു പോയത്. അങ്ങനെ പരലോകത്ത് അയാളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ ഈ പരലോകത്തെ വിചാരണയ്ക്ക് ഒരു രൂപമുണ്ട്. അത് നമ്മൾ ശരിക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കണം കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ വിചാരണ ചെയ്യാൻ തുടങ്ങുമ്പോ ആദ്യം എന്താ ചെയ്യുന്നറിയോ? അള്ളാഹു അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് അവനങ്ങോട്ട് ബോധ്യപ്പെടുത്തും. നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ? തന്നു റബ്ബേ. നിനക്ക് ഞാൻ കാഴ്ച തന്നില്ലേ? തന്നു റബ്ബേ. നിനക്ക് ഞാൻ പണം തന്നില്ലേ? തന്നു റബ്ബേ. നിനക്ക് ഞാൻ എത്ര വരെ അറിയോ? നിനക്ക് കുടിക്കാൻ ഞാൻ വെള്ളം തന്നില്ലേ? നിനക്ക് ശ്വസിക്കാൻ ഞാൻ വായു തന്നില്ലേ? അവിടുന്ന് എന്നിട്ട് പടച്ചോൻ ചോദിക്കാൻ തുടങ്ങിയാൽ എവിടെയാണ് ചോദ്യം അവസാനിക്കുക? പടച്ചോൻ തരാത്ത എന്താ നമ്മുടെ അടുത്തുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ബോധ്യപ്പെടുത്തിയിട്ടാ പിന്നെ എന്തേ നീ ഇങ്ങനെ ആയത് ചോദ്യങ്ങൾ വരിക. അപ്പൊ ആ കൂട്ടത്തില് ഒരു മനുഷ്യനോട് അള്ളാഹ് ചോദിക്കണേ, നിനക്ക് ഭൂമിയിൽ ഞാൻ എന്ത് അനുഗ്രഹമാണ് തന്നിരുന്നത്? അപ്പൊ അയാൾ പറയും, റബ്ബേ നീ എനിക്ക് ധാരാളം സമ്പത്ത് തന്നിരുന്നല്ലോ. അപ്പൊ അള്ളാഹു തആലയുടെ ചോദ്യം, ആ സമ്പത്ത് നീ എന്ത് ചെയ്തു? അപ്പൊ അയാൾ പറയും, റബ്ബേ അതൊക്കെ നീ പറഞ്ഞ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ച് ഒന്നുമില്ലാത്തവനായിട്ടല്ലേ ഞാൻ മരിച്ചു പോന്നത്, നിന്റെ പ്രീതിക്ക് വേണ്ടി. അപ്പോ അള്ളാഹു അയാളോട് പറയുന്ന മറുപടി തരാം, നീ പറഞ്ഞത് ശുദ്ധ കളവാ. നീ പറഞ്ഞത് ശുദ്ധ കളവാ. നിനക്ക് സ്വത്തുണ്ടായിരുന്നു, നീ ദാനം ചെയ്തു, ശരി. പക്ഷേ ആ ദാനം ചെയ്തപ്പോ ഓരോ പ്രാവശ്യവും നീ ആഗ്രഹിച്ചത് നീ ഒരു ധർമ്മിഷ്ഠനാണ്, നീ വലിയ ആളാണ്, ആളുകൾ നിന്നെ പറ്റി വലിയത് പറയണം, നല്ലത് പറയണം, നിനക്ക് സ്ഥാനമാനങ്ങൾ തരണം, നിന്നെ അവർ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചല്ലേ നീ കൊടുത്ത്. അതൊക്കെ ദുന്യാവിൽ കിട്ടിയില്ലേ? അവിടെ കഴിഞ്ഞു. നിന്റത് അവിടെ കഴിഞ്ഞു. ഇവിടെ നിനക്കൊന്നുമില്ല, നിനക്ക് നരകത്തിലേക്ക് പോകാം. ആ മനുഷ്യൻ നരകത്തിലേക്ക്. ഒന്ന്. രണ്ടാമത്തെ ആളാരങ്ങള്, അയാൾ ഈ ഭൂമിയിൽ വലിയ പണ്ഡിതൻ. അയാൾക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാർക്ക് അയാൾ ധാരാളം അറിവ് പകർന്നു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുനാഥനായി അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുക, നിനക്ക് ഞാൻ എന്ത് നിഅമത്താ തന്നത്? റബ്ബേ നീ എനിക്ക് അറിവ് തന്നിരുന്നു, എന്നിട്ട് നീ എന്ത് ചെയ്തു? അതൊക്കെ ഞാൻ നിന്റെ മാർഗത്തിൽ പഠിപ്പിച്ചു കൊടുത്തില്ലേ? അള്ളാന്റെ മറുപടി, കളവ്, ശുദ്ധ കളവ്.
നീ ഒരു വലിയ പണ്ഡിതനാണ്, അറിവുള്ളവനാണ്, ജ്ഞാനിയാണ് എന്നൊക്കെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ അത് ചെയ്തത്? നിന്റെ കൂലി അവിടെ കഴിഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പോയിക്കോ നരകത്തേക്ക്. അയാൾ നരകത്തേക്ക്. മൂന്നാമത്തെ ആളാരങ്ങള്, അയാള് അതിശക്തനായ ഒരു യുവാവായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അയാൾ രക്തസാക്ഷിയായ മനുഷ്യനാണ്. അയാളോട് അള്ളാഹ് ചോദിക്കുക, നിനക്ക് ഞാൻ എന്താ തത്തിരുന്നത്? അയാൾ പറഞ്ഞു, റബ്ബേ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. എന്നിട്ടോ ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചില്ലേ? കളവ്. നീ യുദ്ധം ചെയ്ത് മരിച്ചത്, നീ യുദ്ധത്തിന് ഇറങ്ങിയത് നിന്റെ യുദ്ധവീര്യം കാണിക്കാനും ശക്തി കാണിക്കാനും പോരാട്ട വീര്യം കാണിക്കാനുമായിരുന്നില്ലേ? അത് കണ്ടു ആളുകളൊക്കെ, ഓൻ ഭയങ്കരട്ടോ, എന്താ ഓന്റെ വെട്ട്, എന്താ ഓന്റെ ചാട്ടം, ആൾക്കാരൊക്കെ നിന്നെ പറ്റി നല്ലത് പറഞ്ഞു, അത് അവിടെ തീർന്നു. ഇവിടെ നിനക്കൊന്നുമില്ല, പോയിക്കോ നരകത്തേക്ക്. അല്ലേ? നോക്കൂ നിങ്ങള്, മൂന്നാളുകളും നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു കുറ്റവും പറയാത്ത ആളുകളാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവർ വട്ടപൂജ്യമായി. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം അത് അള്ളാഹുവിന്റെ പ്രീതിക്കാണെങ്കിൽ അതെങ്ങനെ നമ്മളും അള്ളാഹുവും മാത്രം അറിയാൻ പറ്റുമോ? ഒരു ചരിത്ര സംഭവം പറയുന്നുണ്ട്. മദീനത്ത് പ്രവാചകന്റെ പേരക്കുട്ടി ഹസൻ ഹുസൈൻ അവരുടെ അടുത്ത തലമുറയിലെ ഒരു കുട്ടിയാണ്. പേര് ഓർമ്മ പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കൽ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് മദീനയിലെ എല്ലാ പാവപ്പെട്ട വീടുകളുടെ മുറ്റത്തും രാത്രി ഒരു ഭക്ഷണത്തിന്റെ ചെറിയ പൊതിയെത്തും. എല്ലാ പാവപ്പെട്ട മുറ്റത്തും ഭക്ഷണ പൊതിയെത്തും. ആരാണ് കൊടുന്നു വെക്കണമെന്ന് ആർക്കും അറിയില്ല. ആരെങ്കിലും പോലീസ് ആളെ കാണാൻ വേണ്ടി ഇരുന്നാലോ അന്ന് ആ ഭക്ഷണ പൊതി അവിടെ എത്തൂല. എല്ലാ ദിവസവും ഭക്ഷണ പൊതി എത്തും. ഒരു ദിവസം മദീനയിൽ ഒരു വീട്ടിന്റെ മുറ്റത്തും ആ പൊതി എത്തിയില്ല. അന്ന് മദീനയിൽ ഒരു മരണമുണ്ടായിരുന്നു രാവിലെ. ആ മരണപ്പെട്ട വ്യക്തിയുടെ മയ്യത്ത് കുളിപ്പിച്ചവർ അത്ഭുതപ്പെട്ടത് അദ്ദേഹത്തിന്റെ തോളിലെ തഴമ്പ്, ഭാരമേറ്റിയതിന്റെ തഴമ്പുണ്ട് തോളത്ത്. എന്തായിരുന്നു ആ തഴമ്പ് എന്നറിയോ? മദീനയിലെ ഓരോ വീട്ടുമുറ്റത്തും ആ വീട്ടുകാർക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചു കൊടുത്തതിന്റെ തഴമ്പ്. അതെപ്പോഴാ കണ്ടത്? നിങ്ങള് മരിച്ചതിന്റെ ശേഷം മയ്യത്ത് കുളിപ്പിച്ചപ്പോ. വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ കൊടുക്കുന്നവന് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് അവിടെയാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തില് ഒരു സൽക്കർമ്മം, സഹാബത്തിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ കാണാം, അവര് രാത്രിയൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നിസ്കരിച്ചൊക്കെ കരയുമ്പോ വീട്ടുകാർ ഉണരുകയാണെങ്കിൽ അവര് പെട്ടെന്ന് മുഖമൊക്കെ കഴുകിയിട്ട് ഒന്നും സംഭവിക്കാത്തത് പോലെ വീട്ടുകാരുടെ മുമ്പിലേക്ക് വരുന്ന, എന്താ അറിയോ, താൻ രാത്രിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞത് മറ്റൊരാൾ കാണാതിരിക്കാനുള്ള അവരുടെ ശ്രദ്ധയാണ് അതിന്റെ പിന്നിൽ. അതുകൊണ്ട് ഞാൻ ഈ മാരിബിന് ശേഷമുള്ള ഈ ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരം കഴിഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. നാളെ ഒരു 2 നേരം കൂടി, ഒരു സുബഹിയും ഒരു ദുഹറും മാത്രമേ ഇനി, ദുഹറില്ല, സുബഹിയോടുകൂടി നമ്മുടെ സംസാരങ്ങൾ, മിനായിലെ സംസാരങ്ങൾ അവസാനിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം നമ്മളൊക്കെ വെറുതെ സംസാരിച്ചിട്ടേ നമ്മൾ ചെയ്യുന്ന അമലുകൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ തോൽപ്പിക്കാൻ നമ്മൾ റെഡിയാ. നമ്മൾ ചെയ്യും, എന്നാ പിന്നെ അയാൾ ചെയ്തു ഓൻ പോട്ടെ എന്ന് ഇബ്ലീസ് വിടൂല. ആ ചെയ്ത അമല് എങ്ങനെ നിഷ്ഫലമാക്കാമെന്ന് പിശാച്ച് നമ്മളെ പിന്നാലെ കൂടി ചെയ്യും. ഞാന് രാത്രി തറാവീനെ 2 മണിക്ക് ഞാൻ ഒറ്റക്ക്, കയ്യിൽ വെളിച്ചമല്ല, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോണ്ടേ പള്ളിന്റെ മുമ്പിൽ വലിയൊരു എലി. പള്ളിന്റെ മുമ്പ് എലി ഉണ്ടായിട്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? അവിടെ എലിയല്ല പ്രശ്നം. ഞാൻ 2 മണിക്ക് ഒറ്റക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിക്ക് പോകലുണ്ടെന്ന് ഒരു 4 ആളെ അറിയിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഒരു സുഖം കിട്ടുന്നില്ല. ഞാനിപ്പോ ഇന്നലെ പെരിന്ന് ഇറങ്ങാൻ നേരത്തുണ്ട് ഒരു 10-12 ആൾക്കാർ പെരിക്ക് ഏതോ എത്തിങ്ങാന്റെ പിരിവാ. ഞാനൊരു 50,000 കൊടുത്ത് പോയിക്കോട്ടെ, എത്തിങ്ങാനിക്കല്ലേ അള്ളാന്റെ കൂലി കിട്ടൂലേ? ഒലക്ക കിട്ടും, കൂലി കിട്ടും. ഇനി അത് നമ്മളും പടച്ചോനും മാത്രം അറിയണമെങ്കിൽ. പക്ഷെ ഇബ്ലീസ് വിടൂല. നമ്മളെ നാവിന് എങ്ങനെ പറയണ്ട വെച്ചാലും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതേനി, പിന്നെ ഞാനത് പറഞ്ഞതാട്ടോ, ഒന്നുമില്ലട്ടോ, ഞാനത് വെറുതെ പറഞ്ഞാണ്, അത് ചാടിച്ചു നാവുമെന്ന്. ഉസാറാട്ടോ മൂപ്പര്, അല്ലേ? ആ ഒരു വർത്താനം. ഇനി അപ്പൊ പ്രവാചകനോട് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, എന്നെ പറ്റി ആൾക്കാർ പറയണ ആഗ്രഹിക്കില്ല, പക്ഷെ ആളുകൾ അയാളെ പറ്റി നല്ലത് പറയുന്നുണ്ട്, അത് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ റസൂല് പറഞ്ഞു, അത് അയാൾക്ക് ഈ ലോകത്ത് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫല പരലോകത്ത് വേറെ കൊടുക്കും.
എങ്ങനെ നല്ല മനുഷ്യന്മാർക്ക് ഞങ്ങൾ ഒരാളും അറിയില്ല, ഒരാളും അറിയാൻ വേണ്ടിയല്ല കൊടുക്കണേ. പക്ഷേ അവർ കൊടുക്കുന്നത് ആളുകൾ അറിഞ്ഞ് ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കും, ആദരിക്കും. അത് അയാൾ ആഗ്രഹിക്കുന്ന ചേട്ടല്ല, അയാൾ അങ്ങനെ വേണമെന്നാ. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ചില ആളുകൾ പണമൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് അത് വാങ്ങുന്ന സ്ഥാപനങ്ങളോട് വലിയ ബോർഡുകളും അങ്ങാടി നിറയെ വലിയ പരസ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കാറും വലിയ 500 റുപ്യ റിലീഫ് കൊടുക്കണമെങ്കിൽ 5000 റുപ്യ ചെലവാക്കുന്ന ആൾക്കാരുണ്ട്. പത്രസമ്മേളനം വിളിച്ച് ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫറെ വരുത്തി അത് പരസ്യം കൊടുത്ത് നോട്ടീസ് കൊടുത്ത് അതിനൊക്കെ അങ്ങ് ചെയ്യും. അതൊക്കെ ഒരു ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടി ആവാം, അതിനങ്ങനെ വിടുക. അത് പരലോകത്തിലെ ഒരു അമല് എന്നുള്ള നിലക്ക് ചെയ്യുകയാണെങ്കിൽ അള്ളാന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് അവൻ അള്ളാന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കണം. ഇനി ഏതെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? പരസ്യമായിട്ട് ചെയ്യാം, വഴി കുഴപ്പമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു അമല് നമ്മൾ രഹസ്യമായി ചെയ്താലും കൂലി കിട്ടും, പരസ്യമായിട്ട് ചെയ്താലും കൂലി കിട്ടും. പക്ഷെ പരസ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശം തെറ്റരുത്. ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ വന്നപ്പോ ദരിദ്രന്മാർ, കീറിപ്പാറിയ വസ്ത്രം, പാറിപ്പറന്ന മുടി, അവരുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്ക് പോലും ശരീരം മറക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളില്ല. കുട്ടികളൊക്കെ പൂർണ്ണ നഗ്നര, ഭക്ഷണം കഴിക്കാത്തതിന്റെ പരവേശവും ദാരിദ്ര്യവും ഓരോ മുഖത്ത് ഇങ്ങനെ നിറഞ്ഞു കാണാം. അവരിങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ പ്രവാചകന്റെ മുഖം വല്ലാതെ മാറിപ്പോയി, അത്ര പാവം തോന്നി. അങ്ങനെ അവർ വന്നപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള ആൾക്കാരോട് ചോദിച്ചു. റസൂൽ ആദ്യം എണീറ്റിട്ട് തന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഭാര്യമാരോട് ചോദിച്ചു, എന്തേലും കൊടുക്കാണ്ടോ? ഒന്നും കൊടുക്കാല്ല. ഉടനെ റസൂൽ തിരിച്ചു വന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഈ ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും നിങ്ങളടുത്തുണ്ടോ? അവര് പറഞ്ഞു, ഒന്നുമില്ല നബി, ഒന്നുമില്ല, വീട്ടില് പട്ടിണിയാണ്. അപ്പൊ റസൂൽ ഇങ്ങനെ തലയും താഴ്ത്തി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എന്താ അവരോട് പറയാ? പ്രവാചകനെ പ്രതീക്ഷിച്ച് വന്നവരവര്, എന്തേലും കൊടുക്കണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയോക്കട്ടെ, എന്തേലും ഉണ്ടാവും കാരണം. അയാൾ വീട്ടിൽ ഓടിയിട്ട് തിരിച്ചു വന്ന എന്താ നിങ്ങള്, ഒരു 2-3 കാരക്ക് പഴയ 1-2 ഡ്രസ്സ്, പഴയത്, ആ പഴയ 1 ഡ്രസ്സും കുറച്ച് പിടി കാരക്കായിട്ട് വന്നിട്ട് അത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് റസൂൽ പറഞ്ഞു, കാരക്ക അവിടെ വെക്ക്, ആ കുപ്പായം ഇവിടെ വെക്ക്. ഇത് കണ്ടപ്പോ ഒരാൾ പറഞ്ഞ, ആ നബിയാ, അങ്ങനെ കൊടുത്താൽ മതിയെങ്കിൽ എന്റെ വീട്ടിൽ നിന്നിട്ടോ, എന്താ പോവാറില്ല. അപ്പൊ വേറൊരാള്, നബി അങ്ങനെ മതിയെങ്കിൽ എന്റെ വീട്ടിൽ നിന്നിട്ടോ. അങ്ങനെ എല്ലാവരും ഓടിപ്പോയിട്ട് അവസാനം കാരക്കയുടെ ഒരു കൂമ്പാരം, പഴയ ഡ്രസ്സിന്റെ ഒരു കൂമ്പാരം. ആ ഹദീസിൽ കാണാം, പ്രവാചകന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങിന. കാരണം തന്റെ മുമ്പിൽ വന്നവർക്ക് കൊടുക്കാൻ സാധനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു മിസ്ല അജ്രി ഫാഇലി. ഒരു നല്ല കർമ്മത്തിന് ആരാണോ തുടക്കം കുറിച്ചത്, പിന്നീട് ആരൊക്കെ അത് ചെയ്തോ അതിന്റെ ഒക്കെ കൂലി, അത്രയും കൂലി ഇവന് കിട്ടുന്ന. ഒരു പാവം മനുഷ്യൻ ബസ് സ്റ്റാൻഡിൽ കുത്തിർന്ന് വെറുതെ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്, പാട്ടൊന്നുമില്ല, ഒരേലൊക്കെ ഇങ്ങനെ പാടുക, കണ്ണൊട്ടന കുട്ടിക്കോ, പാവമാണ്, ആരും അയാളെ മെയിൻറ്റെയിൻ ചെയ്യില്ല, ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഒരു 10 റുപ്യ കൊണ്ടുപോയിട്ട് എല്ലാവരും കാണാൻ ആ പാത്രത്തിൽ കണ്ട് വെച്ച്. എന്തിനാ വെച്ച്? ഞാൻ 10 റുപ്യ കൊടുത്ത് വലിയ ആളെന്നറിയല്ല, ഞാൻ കൊടുത്ത് കാണുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൊടുക്കട്ടെ. അപ്പൊ എല്ലാവരും കൊണ്ടേ കൊടുത്ത്. എത്ര ആള് കൊടുക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ കൂലി ഒട്ടും കുറയാതെ ഈ തുടങ്ങി വെച്ചോട് കിട്ടുന്ന. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ പള്ളിക്കെന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാവരും പറയട്ടെ, ഓൻ പറയട്ടെ, മറ്റോൻ പറയട്ടെ, ഒരു കയ്യട്ടെ, ഞാൻ അവസാനം പറയാ, നിങ്ങളൊക്കെ കൊടുക്കാൻ കരുതിക്കണോ? ആദ്യം പറഞ്ഞത് കൊടുക്കാൻ കരുതിക്കണമെങ്കിൽ ഫസ്റ്റ് അങ്ങോട്ട് പറയാം. പറയുമ്പത്തെ നീയത്ത് പ്രധാന. എന്താ നീയത്ത്? ഞാൻ കൊടുക്കണത് കണ്ടിട്ട് ബാക്കിയുള്ള ഇപ്പം ചില ആൾക്കാർ കൊടുത്ത 5-10 കൊടുക്കുക. അപ്പൊ ഒരാൾ പറയാണ്, അയക്ക് 10,000 റുപ്യ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ, എന്നാ മുസാജി 10,000, എന്നാ ഞാൻ 15,000 ഇരിക്കോ, അങ്ങനെ ആയിട്ട് പറഞ്ഞാല് ആരൊക്കെ പിന്നെ കൊടുക്കണോ അതിന്റെ ഒക്കെ ഒരു കൂലി ഈ തുടങ്ങി വെച്ചോണ്ട് കിട്ടുന്നതാണ്. അപ്പോ എപ്പോഴും നമ്മള് നല്ല കാര്യത്തിന് തുടക്കക്കാരാവാം, അത് പരസ്യമാവാം. പക്ഷേ ആ പരസ്യം എന്താവണം പറയുന്നത്? അത് തെറ്റായ രൂപത്തിലുള്ള പരസ്യമല്ല, നല്ല ആവശ്യത്തിന് വേണ്ട പരസ്യം. അല്ലെങ്കിൽ പരമാവധി കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാം. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വിശക്കുന്നുണ്ട്,
നമുക്കൊന്നും വിശപ്പ് എന്താ അറിയില്ലല്ലേ? വിഷം നോക്കണ്ടേ? വിശപ്പിന്റെ വികാരം അറിയണമെങ്കിൽ വിശന്നാ മാത്രം പോരാ. അപ്പൊ നോമ്പ് പറ്റാൻ നമ്മൾ വിശക്കും. പക്ഷെ ആ വിശപ്പിന്റെ പ്രശ്നം അറിയോ? 6 മണിയായ വിശപ്പ് മാറാനോ? എനിക്ക് വിശപ്പ് മാറ്റാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാത്തൊരു മനുഷ്യന്റെ വിശപ്പുണ്ട്. അതാ വിശപ്പ്. ആ വിശപ്പ് ഇട്ടാണ് വരുന്ന ഇയാള്. റസൂലെ ബെസ്റ്റിട്ട് വയ്യ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. റസൂലിന്റെ വീട്ടിലൊന്നുമില്ല, ആരടുത്തും ഒന്നുമില്ല. അപ്പൊ റസൂൽ ഇങ്ങനെ പള്ളിയിൽ വന്ന് ചോദിക്കുകയാണ്, എന്താ ആരെങ്കിലും വീട്ടിൽ ഇതാ ഒരു അതിഥി വന്നിക്കണ്, ഒരു അതിഥി. അങ്ങനെ പറഞ്ഞേ. നമ്മുടെയൊക്കെ പള്ളിക്ക് വെള്ളിയാഴ്ച പുറത്തിറങ്ങുമ്പോ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കണ്ടാവും, ഇങ്ങനെ തപ്പി വെക്കും. 50 പൈസ ഉണ്ടോ നോക്കുക. 50 ഇല്ല, 1 റുപ്യ അല്ല, ഉള്ളത് 5 റുപ്യന്റെ കൊട്ടണ. അതിപ്പോ പന് കൊടുത്തോട്ട് മുതലാവില്ല. ചില്ലറല്ലടാ, ഇങ്ങനത്തെ ചില്ലറ 5 റുപ്യന്റെ അപ്പുറത്ത് അല്ലേ കൊടുക്കൂല. റസൂലുള്ളാന്റെ പള്ളിക്ക് ഇയാൾ വന്നൊക്കെ ബെസ്റ്റ് ഉണ്ട്. റസൂലുള്ള അയാളെ പറ്റി പറഞ്ഞോ, നമ്മുടെ ഒരു അതിഥി വന്നിട്ടുണ്ട്, ആരുടെങ്കിലും ഭക്ഷണം ഉണ്ടോ? ഒരൊറ്റ മുണ്ടാട്ടമല്ല, കൊടുക്കാൻ പഠിച്ചിട്ടല്ല, ഇല്ലായിട്ട് മിണ്ടണില്ല. ഒരാൾ പറഞ്ഞ വിപണിക്ക് ഞാൻ അപ്പ വരാം. അയാൾ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കണേ, എടി എന്തേലും തിന്നാൻ പറ്റിയ സാധനം ഉണ്ടോ? റസൂലുള്ളാന്റെ ഒരു അതിഥി വന്നിക്കുന്നത്, നമ്മളതിഥിയല്ല, റസൂലുള്ളാന്റെ ഒരു അതിഥിന്റെ പള്ളിയിൽ പട്ടിണി എടുക്കുക, ഇവിടെ തിന്നാൻ പറ്റിയ എന്തേലും ഉണ്ടോ? ഭാര്യ പറഞ്ഞു, എന്തുണ്ടോ? നിങ്ങളെല്ലാം കൊണ്ടല്ലേ, നിങ്ങൾ വല്ലതും കൊടുത്തുകൂടോ? ഇവിടെ എന്തേലും ഉണ്ടോ? ആകപ്പം നമ്മുടെ കുട്ടി ഉറങ്ങുന്നുണ്ട്, ഉണരുമ്പോ കൊടുക്കാൻ വേണ്ടി കുറുക്കി വെച്ച ലേശ കുറുക്കുണ്ട്, അതല്ലാതെ എത്തവിടല് അതാ കുട്ടിക്ക് കൊടുക്കാനല്ല. ഉണരുമ്പോ ഇവിടെ ഒന്നുമില്ല, അത് മതിയാണ്. ഇയാള് നേരെ പ്രവാചകന്റെ അടുത്തേക്ക് ഓട്ടിട്ട് വന്ന റസൂലേ, എന്റെ വീട്ടിലുണ്ട് അറിഞ്ഞ ബിരിയാണി എന്നല്ല, ഈ കുറുക്കിയ സാധനം. അതിഥിയും കൊണ്ട് ചെന്നിട്ട് ഭാര്യ പറഞ്ഞപ്പോ കുട്ടി ഉണർന്നാൽ എന്താ കാട്ടുക? ആ കുഴപ്പമില്ല, കുട്ടി ഉണർന്നാലേ നമുക്കൊരു പാട്ടൊക്കെ പാടി ഒരു കഥയൊക്കെ പറഞ്ഞ് ഓനങ്ങോട്ട് ഉറക്കാം. നാളെ പിന്നെ എന്തെങ്കിലും കാട്ടാം. ഇപ്പൊ നമുക്ക് അതിഥിയെ സൽക്കരിക്കണം. അങ്ങനെ സാധനം എടുത്തപ്പോ ഈ അതിഥിക്കൊരു വാശി, ആതിഥേയനും കൂടെ ഇരുന്ന് കഴിക്കണം. ഇതാണെങ്കിൽ ഒരു കുട്ടിക്ക് ഉണ്ടാക്കിയ കുഞ്ഞിക്കയിൽ സാധനമുള്ളൂ, ഒരാളെ വിശപ്പ് മാറാൻ തികയില്ല. അപ്പൊ ആതിഥേയൻ ഇങ്ങനെ വിട്ടുക്കേട്, ഞാൻ കഴിച്ചോളാം, ഞാൻ കഴിച്ചിക്കണ്, ഞാൻ അപ്പോഴും കഴിച്ചിട്ടുള്ളൂ, നിങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ പല കാരണം പറയുന്നുണ്ട്. പക്ഷെ ഇയാൾ വിടുന്നില്ല. ഇയാൾ പറഞ്ഞ് നിങ്ങളും കഴിച്ചാലേ ഞാൻ, ഇയാൾക്കും അറിയാം ഇയാളൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും കഴിച്ചാലേ ഞാൻ കഴിക്കുള്ളൂ. അതിഥി വാശി പിടിച്ചു. ആതിഥേയൻ കുടുങ്ങിയാലോ? ആതിഥേയൻ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞേ, ഞാൻ മൂപ്പരത്ത് കഴിക്കാനിരിക്കും. അപ്പൊ ഒരു കാര്യം, ഞാൻ വടക്കാണ് ഒതുക്കലുണ്ട്. എന്നിട്ടെന്തിനാ ഞാനിങ്ങനെ കഴിക്കുന്നത് പോലെ എൻ്റെ കൈ ഇങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് മൂപ്പരെ കയ്യുമ്പോൾ അങ്ങനെ ഇടക്കിടക്ക് കത്തിച്ചോളാം. അവൻ മൂപ്പർക്ക് സമാധാനമാവും, ഞാനും കഴിക്കണ്ടെന്ന് തോന്നിക്കോളും. അങ്ങനെ വടക്കാട് ഒതുക്കും. ഇയാളിങ്ങനെ പറഞ്ഞ പോലെ ഈ അതിഥി ഇത് മുഴുവൻ തിന്ന്, ആതിഥേയം തിന്നുമെന്നാണ് വിചാരിച്ച്. അയാൾ തിന്നില്ല, ഫുള്ള് തിന്ന് രാത്രി മടങ്ങി. പിറ്റേന്ന് രാവിലെ ഈ ആതിഥേയൻ നിസ്കരിക്കാൻ വേണ്ടി സുബൈക്ക് പള്ളിക്ക് ചെല്ലുമ്പോഴേ റസൂലുള്ള വഴിയിൽ കാത്തുക്കുക. റസൂലുള്ളാഹിക്ക് വഹി കിട്ടി. ഈ സംഭവം അയാൾ പള്ളിക്കൊന്ന് പറഞ്ഞല്ല, ഞാൻ നല്ല വളക്കൂതിങ്ങാണ്ട് ഉള്ളു മൂപ്പരെ കൊണ്ട് തീറ്റിന്ന് ഇവിടെ ഒന്ന് വെടായി പറഞ്ഞല്ല. റസൂലുള്ളാഹിക്ക് വഹി കിട്ടി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞേ, അല്ലാഹു ആശ്ചര്യപ്പെട്ടു താങ്കളുടെ പ്രവർത്തനത്തിൽ. അല്ലേ, ഒരു സംസ്കാരം ഇസ്ലാം വളർത്തിയെടുക്കുന്ന രീതിയും കാര്യങ്ങളും. ഒരു മനുഷ്യൻ എന്തെങ്കിലും കൊടുത്തിട്ട് അത് 4 ആളുടെ ഈ പാന്റ് ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിക്കൊടുത്താണ്, ഞാൻ രൂപയൊക്കെ വാങ്ങിയതാ, ഞാൻ മൂപ്പർക്കാ കൊടുത്ത് പാവല്ലേ, ഒരു പാന്റ് ഇല്ലാത്ത ആളല്ലേ, അതിനേക്കാൾ നല്ലോ പാന്റ് ഇല്ലാതെ വെറുതെ നടക്കുക. ഒരു മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടാം വേറെന്തെങ്കിലും മണ്ടില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങള് എന്താണ്, വലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. ശ്രദ്ധിക്കണം, വലാ തുബ്തിലു സ്വദഖാതികും, നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കരുത്. വിശദീകരണമാണല്ലോ, നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കരുത്, അതിന്റെ ഫലം നിഷ്ഫലമാക്കരുത്. ബിൽ മന്നി, എന്താ മഞ്ഞ് പറഞ്ഞാല് എടുത്തു പറയാം, ഞാൻ കൊടുത്താണ്, ഒരു വിലയിട്ടാൻ പൈസ ഞാൻ കൊടുത്ത്, ഒരു മാല കെടുത്ത 50,000 ഞാൻ കൊടുത്ത്, അങ്ങനെ കൊടുത്തത് എടുത്തു വരാം. പള്ളിക്കത്തെ ടൈമിലാണ് ചില ആൾക്കാരൊക്കെ പള്ളിക്ക് 1500 ഫാൻ കൊടുത്തുകണ്ടേ ആ ഫാനിന്റെ ലീഫുമ്പോ പാറപ്പുറത്ത് കുഞ്ഞോമതാജി പിന്നെ കൊടുത്ത ഡേറ്റും എത്ര 1000 ഫാൻ, അത് വെറുതെ കൊടുക്കുക. അയിമ വരെ പേര് ഇബ്രാഹിം നബി കാബാല ഉണ്ടാക്കിയ മാസങ്ങൾ എടുത്തിട്ടാ. നോക്കി നിങ്ങൾ ആ ചോറുമ്പോ എവിടെയെങ്കിലും വെറുതെ ചെറുതാക്കൊരു ഇബ്രാഹിം എഴുതി വെച്ചാല് എത്ര കോടി മനുഷ്യന്മാർ കാണുവിന് അല്ലേ? ഇല്ല. അപ്പം
മഞ്ഞ് പറഞ്ഞാൽ എടുത്തു പറയാം, ചെയ്തത് ഇങ്ങനെ എടുത്തു പറയാം. ഇടയ്ക്ക് പണ്ടെന്തേലും ചെയ്തേക്കാം അതിങ്ങനെ പറയാം. അല്ലെങ്കിൽ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ എന്തെങ്കിലും പരസ്യങ്ങൾ. 2 അതാ. എന്താ അതാ പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക. ഒരാൾക്ക് എന്തേലും പണ്ടോന് കഴിവില്ലാത്ത കാലത്ത് ഓന് ചിലപ്പോൾ പെരക്ക് കൈക്കോലൊക്കെ വേണ്ടി 1000 രൂപ കൊടുത്തു. പിന്നെ ഓപ്പ അത്യാവശ്യമൊക്കെ ജീവിക്കാൻ മാർഗത്തിലേക്ക് ഇപ്പോഴും അതെ ഇത് മറക്കണം കേട്ടോ. അന്ന് എനിക്ക് പെരല്ലാത്ത കാലത്ത് എന്റെ പൈസക്കാരി വരെ എത്തിയ മറക്കണ്ട. എന്നെ മറക്കണ്ട. മൂപ്പരെ മകന്റെ കല്യാണത്തിന് വെള്ളം മുക്കാൻ അവനെ കിട്ടിയിട്ടില്ല. അത് പറയാം. ഓപ്പ ഇഞ്ഞൊക്കെ മറന്നു. അന്ന് ഓന് പെരല്ലാത്തന്നേ ആ പെര ഞാനാ കയറ്റി കൊടുത്ത് ആ നന്ദി ഒന്നും പോണില്ല. ആ നന്ദിക്കും വേണ്ടി തന്നെ കൊടുത്തെങ്കിൽ ആ നന്ദി ഇവിടെ കൂടെ തീരും. കിട്ടിയാലും അവിടെ ഉണ്ടാവില്ല. അപ്പോ ഇപ്പൊ റിയാദ് മനസ്സിലായോ? ഇപ്പൊ റസൂലുള്ളാഹിനെ പേടി നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? വലിയ ശിർക്കിനെക്കാളേറെ ഞാൻ നിങ്ങളിൽ ചെറിയ ശിർക്കിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേടി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ചെറിയ ശിർക്കും വലിയ ശിർക്കുള്ള വ്യത്യാസം, വലിയ ശിർക്ക് എല്ലാ അമലുകളെയും ഇല്ലാതാക്കും. ചെറിയ ശിർക്കോ ഏത് കാര്യത്തിലാണോ നമ്മൾ റിയാദ് വെച്ച് പുലർത്തിയത് ആ കാര്യത്തിന് അള്ളാന്റെ ഒക്കെ കൂലി ഉണ്ടാവില്ല. അതിന്റെ കൂലി ചോദിക്കുമ്പോ അള്ള പറയുന്ന എന്തത് ഇന്ന ആളെ കാണിക്കാനല്ലേ, ഇന്ന ആവശ്യത്തിനല്ലേ, ഇന്നീനല്ലേ, അത് അവിടെ കിട്ടി കഴിഞ്ഞു, ഇവിടെ ഒന്നുമില്ല പൊയ്ക്കോ. അപ്പൊ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്. ഇപ്പൊ ഈ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഒന്നുകൂടി മനസ്സിലായി. അതായത് ജമാഅത്തായിട്ട് നിസ്കരിക്കല്ലാത്ത നിസ്കാരമൊക്കെ അതിന് നമ്മൾ പള്ളിയിൽ തെരഞ്ഞു പോകണ്ട. അതൊക്കെ ഒറ്റക്ക് വീടിൻ്റെ ഒരു മൂലക്കെ ഒരു മുസല്ലക്കെട്ട് അവനാന്റെ പെണ്ണുങ്ങൾ പോലും കാണാതെ നിസ്കരിക്കാൻ പറ്റിയാൽ ആ പ്രാർത്ഥനയും ആ തേങ്ങലും ആ കരച്ചിലൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ അത് അള്ളാന്റെ അടുക്ക എത്ര ചെറുതാണെങ്കിലും നല്ല തിളക്കമുള്ള കർമ്മങ്ങളേക്കാണ്. അല്ല അതിങ്ങനെ എല്ലാവർക്കും പാടെ ഒരു അറിഞ്ഞോട്ടെ, ഒരു അറിയണം, ഒരു നന്നായി പറയണം, ഒരു വലിയത് പറയണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ അമലുകളെ മറ്റുള്ളവർക്ക് മുമ്പിൽ കൊത്തിക്കൊടുത്താൽ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം അള്ളാഹ്ക്ക് ആവശ്യമല്ല. എങ്ങനെ മനസ്സിലായെങ്കിൽ മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം, എന്താ ഉച്ചിഷ്ടം പറഞ്ഞാൽ ഓൽക്കൊടുത്തിന്റെ ബാക്കി, അത് അള്ളാഹ്ക്ക് ആവശ്യമല്ല. അള്ളാഹ്ക്ക് വേണ്ടത് ഏറ്റവും പെർഫെക്റ്റ് ആയ സാധനം, ഏറ്റവും ശുദ്ധമായത്, അത് മതി അള്ളാഹ്ക്ക്. അപ്പോ അമലുകളിൽ റിയാ വന്നു ചേരാതിരിക്കാൻ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കണം. നാവിനെ പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിലല്ലോ ചെന്നിട്ട് ഒരാഴ്ച കൊണ്ട് സകലം പറഞ്ഞ് തൂഫാനാക്കി കളയും. എന്നാ പിന്നെ നമ്മൾ പറഞ്ഞ അനുഭവങ്ങൾ വേറൊരാളോട് പറയേണ്ടതല്ല. നമ്മുടെ അനുഭവങ്ങളൊക്കെ പറയാം. അത് അയാൾക്ക് പ്രചോദനമാവാനും അയാൾക്ക് പാഠങ്ങൾ പഠിക്കാനും അയാൾക്ക് തിരുത്താനും നമ്മുടെ മനസ്സിന്റെ നിയ്യത്തനുസരിച്ചാ. ഞാൻ എന്തിനത് പറയണത് അതിനനുസരിച്ച് നിൽക്കും അല്ലേ? നമ്മളെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഹജ്ജിന്റെ കഥ പറഞ്ഞു കൊടുക്കാം, ഹജ്ജിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത് അവരുടെ മനസ്സിൽ ഹജ്ജിനെ കുറിച്ചുള്ള ധാരണകളും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അതും ഒരു സൽക്കർമ്മം. അതിനപ്പുറത്തേക്ക് നമ്മൾ ഭയങ്കര ത്യാഗിയാണ്. നമ്മൾ ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്, ചെയ്യാത്ത കാര്യത്തിന്റെ പോരിഷ ചില ആൾക്കാർ ആവശ്യപ്പെടുക. നമുക്ക് ഉണ്ടായിട്ടില്ല, എന്നാലും തീപിടുത്തൊക്കെ ഉണ്ടായി അറബില അല്ലെങ്കിൽ മീനയിൽ തീപിടുത്തം എവിടെയിലേക്കാണ് കത്തിയേ നമ്മൾ കണ്ടേ ടിവിയിലേക്കാണ്. എന്നാലും ഇങ്ങനെ പറയും, ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാ തീ ഇങ്ങനെ പടർന്നിങ്ങനെ വരുന്നുണ്ട്, ഞാൻ 2 ആളെ വലിച്ചിട്ട് കിട്ടുന്നിട്ട് എവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? ഖുർആൻ പച്ചക്കെ പറഞ്ഞേ ചെയ്യാത്ത കാര്യത്തിന്റെ പോരിഷ കിട്ടാൻ വേണ്ടി ചില ആളുകൾ ഇത്തരം സംസാരങ്ങൾ സംസാരിക്കുന്നവരാണ്. അപ്പൊ ഗൗരവത്തിൽ കാണാൻ അള്ളാഹുവും നമ്മളും തമ്മിലുള്ളത് ഒരു ഇത്തിരി ഉണ്ടോ അത് അള്ളാന്റെ കണക്കിൽ പെടാതെ പോല അതവിടെ ഉണ്ടാവും. അത് നട്ടപ്പാതിരക്കാണെങ്കിലും കൂരിരുട്ടിലാണെങ്കിലും കടലിന്റെ അടിയിലാണെങ്കിലും പാറക്കുള്ളിലാണെങ്കിലും അത് പടച്ചോൻ കാണും. പടച്ചോൻ കാണാതെ നമ്മളല്ലേ നമ്മൾ നാട്ടുകാരെ കൂട്ടി പറയുന്നു, ഞാൻ ഇപ്പൊ ആരും കാണാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് എന്താ കാര്യം? ചില ആൾക്കാർ അങ്ങനെ പറയാം, ഞാൻ മാത്രം ചെയ്തിരുന്ന കാര്യം ആരുണ്ടല്ലോ ഇവിടെ, അല്ല ഉണ്ട്, അല്ല കാണും. അപ്പൊ റിയാഇനെ അഥവാ ചെറിയ ശിർക്കിനെ ഗൗരവത്തോടു കൂടി കാണണം. സംസാരങ്ങളിലും ഇടപാടുകളിലുമൊക്കെ അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ റിയായിലൂടെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കരുതലോടുകൂടി ശ്രദ്ധിക്കണം. പല സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് രഹസ്യമായിട്ട് ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൂലി ഉണ്ടാകും. എന്നാൽ ചില സൽക്കർമ്മങ്ങൾ നമ്മൾ പരസ്യമാക്കുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയാണെങ്കിൽ അതും നല്ലതാണ്. പക്ഷെ നമ്മുടെ മനസ്സിന്റെ വിചാരം തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച എല്ലാ അബദ്ധങ്ങളിൽ നിന്നും കാരുണ്യവാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന നഷ്ടകാരികളിൽ, അത്തരം നിരാശരായ ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി
ഇഹ്സാനോടുകൂടി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.